ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് വരുന്ന ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ്. നല്ല അടിപൊളി കോംബോ ഓഫറാണ്. ഈ ഒരു മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമേലി പ്ലാന്റിൻ്റെ കോംബോ ആണ് വരുന്നത്. 400 രൂപയ്ക്ക് വ്യത്യസ്തമായ 4 കളറുകളിലാണ് കമേലി പ്ലാന്റ് വരുന്നത്. ഒരുപാട് നല്ല തണുപ്പോടുകൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരുപാട് വെയിൽ ഇതിന് പറ്റില്ല, ഒരുപാട് ഒരു തുള്ളി വെയിൽ പോലും പറ്റില്ല. അപ്പം നമുക്ക് നല്ല പോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ്. അത്യാവശ്യം നല്ല നനവോട് കൂടി നല്ല തണുപ്പോട് കൂടി അതിൻ്റെ മണ്ണ് ഭാഗം എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കമേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തേക്ക് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് ഉണ്ടായിരിക്കും. ഫ്ലവർ പെട്ടെന്നൊന്നും പൊഴിയാതെ ഒരുപാട് കാലത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു ചെടിയും കൂടിയാണ് ഈ ഒരു കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. രാവിലെ നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക, നല്ല പോലെ നനവ് വേണം. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ഫംഗസ് അല്ലെങ്കിൽ പുഴുക്കടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നല്ല തിക്കിൽ നല്ല കട്ടിയിലുള്ള ലീഫാണ് ഇതിനുള്ളത്. അതുപോലെ ഫ്ലവറും നല്ല കട്ടിയിലുള്ളതാണ്, അതുകൊണ്ടൊന്നും ഉണ്ടാകില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ്. അസേലിയ പ്ലാന്റിൻ്റെ 4 വെറൈറ്റീസിന് വരുന്നത് 400 രൂപയാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് എവിടെ നമുക്ക് കിട്ടിയാലും പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം. നല്ല അടിപൊളി പ്ലാന്റാണ്. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലാണ് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പുളിപ്പുള്ള മണ്ണിൽ ഈ ഒരു ചെടി നട്ടു വെക്കണം. അതായത് നല്ല പുളിപ്പുള്ള ഒരു മണ്ണിൽ ഈ ഒരു പ്ലാന്റ് നട്ടു വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് തന്നെ വളരും. ഒരുപാട് ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുളിപ്പുള്ള മണ്ണാണ് ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത്. ഇനി അഥവാ പുളിപ്പുള്ള മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വിനാഗിരി ഇച്ചിരി ഒരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ ഒരു മണ്ണിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് ഇറക്കി വെക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഫ്ലവർ ഒരുപാട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. നമുക്കിത് പോട്ടിൽ നടുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ മണ്ണിൽ നടുന്നതായിരിക്കും. പോട്ട് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അതാണ്. കാരണം ഒരുപാട് വേരുണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ്, നല്ല ലെങ്ത്തിൽ പോകുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു അസേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പോട്ടിൽ നട്ടു വെക്കുന്നതിനേക്കാളും നല്ലത് മണ്ണിൽ നടുന്നതാണ്. അപ്പോൾ ഇത് നടുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാഫ് യൂസ് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ ഫംഗസൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാഫ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ വ്യത്യസ്തമായ 6 കളറിന് 370 രൂപയാണ് വരുന്നത്. നല്ല അടിപൊളി കോംബോ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിൻ്റെ ലീഫ് എടുത്ത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് നട്ടു വെക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അതിൽ വേര് പിടിച്ച് നല്ല ചെടി ആയിക്കോളും. അത്യാവശ്യം നല്ല ഒരു ലീഫ് മതി നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാനായിട്ട്. അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കുകയും വേണം. അതിനനുസരിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ നാശമാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത്. രാവിലെ ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈവനിങ് ഒഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ചില ഭാഗങ്ങളൊക്കെ ഈ ഫ്ലവറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞുണങ്ങുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അതുപോലെ തന്നെ ലീഫിൽ വലിയ ചീയലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് റിമൂവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പ്ലാന്റ് മൊത്തത്തിൽ നാശമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ലീഫിലോ തണ്ട് ഭാഗത്തോ എവിടെയെങ്കിലും ഒന്ന് ചീയലുണ്ടായാൽ അപ്പം തന്നെ അത് ഭാഗം തന്നെ കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലാന്റ് നാശമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 പ്ലാന്റ് വാങ്ങാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിരിക്കുന്നതാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബാൽസം പ്ലാന്റ് ആണ്. 10 വ്യത്യസ്ത കളറുകളിൽ 280 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല അടിപൊളി കോംബോ ആണ് കൊടുക്കുന്നത്. വെരിക്കറ്റൽ ലീഫും നോർമൽ വെറൈറ്റീസും വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. മിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാൽസം പ്ലാന്റ് ഉടനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നടാണ്ട് 2 ദിവസം അതേപോലെ തന്നെ ആ ജിഫി ബാഗിൽ അനക്കാതെ അങ്ങനെ വെക്കുക. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. രാവിലെ മാത്രം ഒരു നേരം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. നമുക്കിതിൽ ഫംഗസൈഡായിട്ട് സാഫ് യൂസ് ചെയ്യാവുന്നതാണ്. ബാൽസം പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഫംഗസ് രോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ സാഫ് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നട്ടുവെക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് കൊടുക്കുന്നത്. ജിഫി ബാഗിൽ വരുന്നതാണ്. 10 വെറൈറ്റീസിന് 280 രൂപയേ വരുന്നുള്ളൂ. ഈ ഒരു അവസരം എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും റേറ്റ് കുറച്ചിട്ട് വേറെ പ്ലാന്റ്സ് കിട്ടില്ല. ഇനി റേറ്റ് കൂടുതൽ കാരണം വാങ്ങാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ഈ ഒരു പ്ലാന്റ്സ് ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത്രയും റേറ്റ് കുറച്ചിട്ട് എന്തായാലും കൊടുക്കാൻ ചാൻസ് ഇല്ല ആരും. അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക പ്ലാന്റ് തീരുന്നതിന് മുമ്പ് തന്നെ.
അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, സാഫ് എന്നിവയാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. സാഫ് നന്നായി മിക്സ് ചെയ്തിട്ട് പറഞ്ഞ അളവിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്ലാന്റിൽ കുറച്ച് കഴിയുമ്പോൾ മണ്ണ് കട്ട കെട്ടി കഴിയുവാണെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നല്ല അടിപൊളി കോംബോ ആണ് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറിലാണ്, ഏറ്റവും വില കുറച്ചിട്ടുള്ള കോംബോ ആണ് വരുന്നത്. ഈ ഒരു ചാൻസ് എന്തായാലും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. കമേലിയ അസേലിയ എന്ന് പറയുന്ന പ്ലാന്റ് അധികം കിട്ടില്ല, പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമുക്ക്.